ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ടാക്കോസ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. ഇതൊരുവിധം എല്ലാ കുട്ടികളുടെയും ഫേവറേറ്റ് ആയിട്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അവരുടെ ടിഫിൻ ബോക്സിലും അല്ലെങ്കിൽ അവർ സ്കൂളൊക്കെ വിട്ട് വരുമ്പം ഈവനിങ് സ്നാക്കായിട്ടോ ഇനി അതും അല്ല പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ പൂരിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ആട്ടമാവ് കുഴച്ചിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും ഓയിലും ഒക്കെ ആഡ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഓരോന്നും പരത്തിയെടുക്കുക. ഞാനിവിടെ ഓൾമോസ്റ്റ് എല്ലാതും പരത്തിയെടുത്തിട്ടുണ്ട്. അതിൽ ചിലതൊന്നും ആ ഒരു പെർഫെക്റ്റ് ഷേപ്പൊന്നും ആയിട്ടില്ല കേട്ടോ, ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പരത്തിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, ചപ്പാത്തി പോലെ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് ചുട്ടെടുക്കും കൂടെ വേണം. എനിക്കിവിടെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടൊരു ഹെൽപ്പറൊക്കെ വന്നതുകൊണ്ട് തന്നെ ആ ഒരു ടാസ്ക് ഈസിയായി പോയി കിട്ടി കേട്ടോ. ഇവന് ഒരുവിധം ഞാൻ എന്ത് കിച്ചണിൽ ഉണ്ടാക്കുകയാണെങ്കിലും ഇവനക്കും വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള പണികളാണ് ഞാൻ കൊടുക്കാറുള്ളത്. വേറെയുള്ള എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ കൊടുത്താലും നമുക്ക് ഇരട്ടി പണിയായിട്ട് എന്തെങ്കിലുമൊക്കെ തരും. അടുത്ത ആളും ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്, ഇവനക്കും എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഒരുവിധം എന്ത് സ്നാക്ക് ഉണ്ടാക്കുകയാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ കഴിക്കാനുള്ള ഭയങ്കര ഇഷ്ടമുള്ള ആളായതുകൊണ്ട് തന്നെ ഇതൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് ഞാൻ എടുക്കാറില്ല. എങ്ങനെയെങ്കിലും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാമെന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ. നമ്മൾ ടാക്കോസിനുള്ള കുഞ്ഞു കുഞ്ഞു ചപ്പാത്തികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ ട്രിപ്പിലും ഒരു ട്രിപ്പിൽ ഒരു 3 എണ്ണമൊക്കെ ഞാൻ ആക്കിയെടുത്തതുകൊണ്ട് തന്നെ ഒരു 2 ട്രിപ്പിൽ ഞങ്ങൾക്കുള്ളത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ അയിമൻ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും അവൻ തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്തത്. ഫസ്റ്റ് അവനക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും രണ്ടാമത്തെ ട്രിപ്പ് വന്നപ്പോൾ അവനക്ക് ഒന്നുകൂടെ ഈസി ആയി കേട്ടോ. അപ്പോൾ അതാണ്, നമ്മൾ അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഒഴിവാക്കുന്നേക്കാളും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികൾ കൊടുത്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരത് യൂസ്ഡായി കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ചെയ്തു തരും. അത് നമുക്ക് പിന്നെ വലിയൊരു ഹെൽപ്ഫുള്ളായി മാറുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ചെറിയ പണികളിലൊക്കെ കുട്ടികളെ ഉൾപ്പെടുത്താൻ നോക്കുക. ആ സമയം കൊണ്ട് ഞാനിവിടെ ഫില്ലിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒണിയൻ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഓയിലിൽ കുറച്ച് ഗാർലിക്കും ഒരു ഒണിയനും എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും, പിന്നെ ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ബീഫ് മസാലയോ ചിക്കൻ മസാലയോ അങ്ങനെ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യാം. അതിലേക്ക് നമുക്ക് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുള്ള പൊട്ടാറ്റോ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഈ പൊട്ടാറ്റോ വേവിക്കുന്ന ടൈമിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇടാത്തത് കൊണ്ട് തന്നെ അത് ഉടയ്ക്കുന്ന ടൈമിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതിനെ നമുക്ക് ഈ ഒരു ഓണിയൻ്റെ മിക്സിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്യാം. ഈ ഒരു ഫില്ലിങ് നമ്മൾ ഈ ഒരു കുഞ്ഞു കുഞ്ഞു ചപ്പാത്തികളുണ്ടല്ലോ അതിൻ്റെ പുറത്ത് ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ എല്ലാത്തിൻ്റെ പുറത്തും ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിച്ചെടുക്കും കൂടെ വേണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം വേണം നമുക്ക് ഓരോന്നും ഇതുപോലെ ഇങ്ങനെ കമഴ്ത്തിയിട്ടിട്ട് ഒന്ന് മുരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ, പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. പിന്നെ അത് ഓൾറെഡി കുക്കായതാണല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെയൊന്ന് ചൂടാക്കി മുരിച്ചെടുക്കുകയാണ് വേണ്ടത്. നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടുക തന്നെ വേണം, ആ ഒരു കളറൊക്കെ മാറിയിട്ട്. അപ്പോൾ അങ്ങനെ അതുവരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതുപോലെ ഇങ്ങനെ മുരിഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്കത് മറിച്ചിട്ടതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ആ പാനിൽ തന്നെ ഒന്ന് വെക്കുക. ഒരുപാട് നേരം ഒന്നും വെക്കണമെന്നില്ല. അതിനുശേഷം ഓരോന്നും നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇവിടെ ഞാൻ എല്ലാതും അതുപോലെ തന്നെ മുരിച്ചെടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് കെച്ചപ്പ് കൂടെ സ്പ്രെഡ് ചെയ്യണം. കുറച്ച് കെച്ചപ്പ് മതി കേട്ടോ. ഇത് അയ്മനാക്കിയത് കൊണ്ട് തന്നെ കുറച്ചധികം കെച്ചപ്പ് ആയിട്ടുണ്ട്. അപ്പം ഞാനിത് ബാക്കിയുള്ളതിൽക്കും കൂടെ അപ്ലൈ ചെയ്യാണ് ചെയ്തത്. അതിനുശേഷം കുറച്ച് മൊസറല്ല ചീസും ഓരോന്നിലും ആക്കിയിട്ട് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഞാനിവിടെ ഓരോന്നും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്ന് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. കാര്യം ചൂടാക്കാനാണ് വെച്ചതെങ്കിലും ആ സമയത്ത് ഈ അതൊന്ന് കരഞ്ഞതുകൊണ്ട് നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റിൽ മാറ്റമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാം അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. ശരിക്കും ഇത് ഉണ്ടാക്കുമ്പോൾ ഇതിൽ ഒറിഗാനൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാനതൊന്നും ചേർത്തിട്ടില്ല, എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടൻ ടോക്കോസാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതൊക്കെ കാണലാണ് എൻ്റെ എപ്പോഴത്തെ സന്തോഷം കേട്ടോ. ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഇതൊക്കെ വല്ലാണ്ട് മിസ് ചെയ്തിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.